ഇവിടെ ഹീറോന്റെ ഗ്രാമത്തിലേക്ക് വെക്കേഷനായിട്ട് വന്ന ജെസ്സിക്കയാണെങ്കിൽ ആ ഗ്രാമത്തിലെ കുട്ടികൾക്ക് സ്കേറ്റിങ്ങിനോടുള്ള താല്പര്യം മനസ്സിലാക്കുകയാണ്. പക്ഷേ കുട്ടികൾക്കാണെങ്കിൽ സ്കേറ്റിംഗ് ബോർഡ് പഠിക്കാനായിട്ടും അതുപോലെ പ്രാക്ടീസ് ചെയ്യാനായിട്ട് സ്ഥലം ഉണ്ടാവില്ല. നാട്ടുകാർക്ക് ഡിസ്റ്റർബ് ആവുന്നതുകൊണ്ട് തന്നെ അവരാണെങ്കിൽ ജെസ്സിക്കെതിരെ കേസും കൊടുത്തിട്ടുണ്ടാവും. സോ ജെസ്സിക്കയാണെങ്കിൽ ഈ കുട്ടികൾക്കുള്ള താല്പര്യം എങ്ങനെയെങ്കിലും അവരുടെ വീട്ടുകാർക്ക് മനസ്സിലാക്കി കൊടുക്കണം, അതുപോലെ ഇത് പ്രൊഫഷണൽ കൊണ്ടുപോകണമെന്ന് വിചാരിക്കുകയാണ്. അതിനായിട്ട് ആ ഗ്രാമത്തിലെ സ്കേറ്റിംഗ് കൂട്ടാനായിട്ട് തീരുമാനിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇവളി ഐഡിയ കൊണ്ടുപോയിട്ട് MLA-യോടും മറ്റു ഓഫീസേഴ്സോടും പറയണം. പക്ഷെ എല്ലാവരും പറ്റില്ലെന്നായിരിക്കും പറയുന്നുണ്ടാവുക. സോ ഇവൾക്കും വേറെ വഴിയില്ലാതെ ഗ്രാമത്തിലെ റാണിയെ പോയി കാണുകയാണ്. എന്നിട്ട് അവരോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്ത് അവരോട് കുറച്ച് സ്ഥലം ചോദിക്കും. അതിന് റാണിയാണെങ്കിൽ ഈ ഗ്രാമത്തിലെ എല്ലാവരും ജാതിയുടെയും മതത്തിന്റെ പേര് പിരിഞ്ഞിരിക്കുകയാണ്. അവരൊന്നിക്കാനായിട്ട് ഒരു സ്പോട്ട് വേണമെന്ന് പറയാണ്. സോ ഞാൻ നിങ്ങളെ സഹായിക്കാന്ന് പറഞ്ഞാൽ പ്ലേ ഗ്രൗണ്ട് കെട്ടാനുള്ള സ്ഥലം കൊടുക്കുകയാണ്. അങ്ങനെ അവസാനം ആ സ്കേറ്റിംഗ് കോട്ടും കെട്ട് മുഴുവനാക്കാണ്. അതിലാണെങ്കിൽ ഒരു സ്കേറ്റിംഗ് കോമ്പറ്റീഷൻ വെക്കാൻ തീരുമാനിക്കും. അതുകൊണ്ട് തന്നെ ഹീറോയിനാണെങ്കിൽ ആർക്കും ഒരു നൈറ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടാകും. പക്ഷെ താഴെ വീണ് കാലൊടിഞ്ഞു പോകും. അതിൽ ദേഷ്യപ്പെടുന്ന ഹീറോന്റെ അച്ഛനാണെങ്കിൽ ജെസ്സിയോട് വന്നിട്ട് ഇങ്ങനെ കൈയും കാലം ഒടിച്ചാൽ എന്റെ മോളെ ആര് കല്യാണം കഴിക്കുമ്പോൾ പ്രശ്നം ഉണ്ടാക്കും. പക്ഷെ ആ ദിവസം നൈറ്റ് വീട്ടിലെ സ്കേറ്റിംഗ് ബോർഡിന് ടോയ് കാണുന്ന അമ്മയാണെങ്കിൽ ഇവർക്ക് സ്കേറ്റിംഗ് കൊണ്ട് ഇഷ്ടം മനസ്സിലാക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഹീറോയിന് പ്രാക്ടീസ് ചെയ്യാനായിട്ട് വീണ്ടും ജെസ്സിയുടെ അടുത്ത് കൊണ്ടുവിടുകയാണ്. പക്ഷേ ഈ കാര്യം ഇഷ്ടപ്പെടാത്ത ഹീറോന്റെ അച്ഛനാണെങ്കിൽ ആൾ കല്യാണം നോക്കാൻ തുടങ്ങുകയാണ്. അവസാനം കോമ്പറ്റീഷൻ ഡേ തന്നെ കല്യാണം ഫിക്സ് ചെയ്യും. അങ്ങനെ കോമ്പറ്റീഷൻ ഡേയും വരികയാണ്. പക്ഷേ ഹീറോനാണെങ്കിൽ ആർക്കും അറിയാതെ വീട്ടിൽ നിന്ന് ഒളിച്ചടിയിട്ട് കോമ്പറ്റീഷനിലേക്ക് വരാൻ നോക്കും. പക്ഷെ അങ്ങനെ വരുന്ന സമയത്താണെങ്കിൽ റാണി ഇവളെ കാണണം. അങ്ങനെ റാണിയുടെ കാര്യം തന്നെ വന്ന് കോമ്പറ്റീഷൻ പങ്കെടുക്കും. ഇവള് കല്യാണം വീട്ടിൽ നിന്ന് ഒളിച്ചോടിയതുകൊണ്ട് തന്നെ ഇവളുടെ അച്ഛനും അമ്മയും ഇവള് തന്നെ അങ്ങോട്ട് വരികയാണ്. അങ്ങനെ അവസാനം ആ കോമ്പറ്റീഷനിൽ ഹീറോ ജയിക്കുന്ന സമയത്ത് അവളുടെ പേരെല്ലാം മൈക്കി പറയുന്നുണ്ടാവും. എന്നിട്ട് റാണിയുടെ കയ്യിൽ നിന്ന് സമ്മാനം അങ്ങനെ വിളിക്കുകയാണ്. ഇത് കാണുന്ന സമയത്തായിരിക്കും ഇവളുടെ പാരന്റ്സും ഇവളെ ഓർത്ത് പ്രൗഡ് ആവുക. പ്രീവിയസ് പാർട്ടിലും ടൈറ്റിലും മേൽ ചെക്ക് ചെയ്ത് നോക്കുക. ആൻഡ് ഓൾസോ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്കും ചെയ്യുക.